ഈ റൊമാൻറ്റിക് നോവലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിലൊരു പുതുമ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തുടക്കക്കാരായ എഴുത്തുകാരാകുമ്പോൾ പ്രത്യേകിച്ച്. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കോണ്ടന്റുകളായിരിക്കും ഇവർ ഈ പുസ്തകത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ലീഷേ എലമെന്റ്സും ക്രിഞ്ച് എലമെന്റ്സ് ഒക്കെ ഒരുപാട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ തോന്നാതെ നമ്മളെ പിടിച്ചിരുത്തണമെങ്കിൽ, നമ്മുടെ വായനയെ തടസ്സപ്പെടുത്താതെ അത് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് ഓതറിന്റെ എഴുത്തിന്റെ ശൈലിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ക്ലീഷേ എലമെന്റ്സും ക്രിഞ്ച് എലമെന്റ്സും ഒക്കെ ഉണ്ടെന്നുള്ളൊരു മുൻവിധികളോടുകൂടി തന്നെയാണ് എല്ലാ റൊമാൻറ്റിക് നോവലുകളും വായിക്കാതിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിലെത്തിയ ഒരു പുസ്തകമാണ് K0 പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച അനുശ്രീ ബിനു എഴുതിയ പെയ്തൊഴിഞ്ഞ മഴയിൽ. വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ക്ലീഷേ ക്രിഞ്ച് എലമെന്റ്സ്, ആ ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നിയായിരുന്നു എവിടെ വായിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ പറഞ്ഞ ആ എഴുത്തിൻ്റെ ശൈലി ഉണ്ടല്ലോ, റൊമാൻറ്റിക് നോവലുകളോടുള്ള എൻ്റെ മുൻവിധികളൊക്കെ മാറ്റി നിർത്തി അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ ഇതൊരു തുടക്കക്കാരിയായ എഴുത്തുകാരിയാണെന്ന് പോലും ചിന്തിക്കാതെ എനിക്കിത് ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റി. അതാണ് ഈ നോവലിൻ്റെ പ്രത്യേകത. കാരണം ചെറിയൊരു ബുക്കാണ്, 100 പേജുകളിലാക്കി ആരോഹി എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പട്ടാളക്കാരൻ്റെ മകളായിട്ട് ജനിച്ചതുകൊണ്ട് പട്ടാള ചിട്ടയിൽ വളർന്ന് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാതെ വളർന്ന ആരോഹിക്ക് മംഗലാപുരത്ത് ജോലി കിട്ടി പോകുമ്പോൾ അവൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു. കാരണം ഇനിയാണ് അവൾ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ പോകുന്നത്. ആ ഒരു യാത്ര, ട്രെയിൻ യാത്രയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അവൾ പരിചയപ്പെടുന്ന കുറച്ച് പേര് അവളുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. അവര് ഇവൾക്ക് എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് അനുശ്രീയുടെ ഈ അക്ഷരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അനുശ്രീ എഴുതിയിരിക്കുന്നത്. ചില നേരത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരിയാണെന്നുള്ളൊരു ചിന്ത പോലും എനിക്ക് തോന്നിയില്ല വായിച്ചു തീർക്കുന്നവരെ. ഒരു ചെറിയ പ്രണയവും ഫാമിലി ഇമോഷൻസും ഒക്കെ കണക്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ അനുശ്രീ ഇത് എഴുതി അവസാനിപ്പിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുമ്പോൾ നമ്മൾ കേരള ജനത ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രകൃതി ദുരന്തത്തിനെ ക്ലൈമാക്സിലേക്ക് ബ്ലെൻഡ് ചെയ്യിച്ചതും, ഒരു സാഡ് എൻഡിങ് ആണെങ്കിൽ പോലും അതൊരു നല്ല രീതിയിൽ ഒരു ഹാപ്പി എൻഡിങ് ആക്കാനായിട്ട് അനുശ്രീ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തെ പറ്റി ഇത്രയും സപ്പോർട്ടീവായിട്ട് പറയാൻ കാരണം ഈ തുടക്കക്കാരായ ഇതുപോലെ എഴുത്തുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഇനി എഴുതാനുള്ളൊരു പ്രചോദനം കിട്ടൂ. സ്വാഭാവികമായിട്ടും ഇതിലും ക്വാളിറ്റിയുള്ള നല്ല ബുക്കുകൾ അവരിൽ നിന്നും വരണമെങ്കിൽ നമ്മളെപ്പോലുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ റൊമാൻറ്റിക് നോവലൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അനുശ്രീ ബിനു എഴുതിയ പെയ്തൊഴിഞ്ഞ മഴയിൽ.